വയനാട് കണിയാമ്പാറ്റയിൽ തെരുവ് നായകളുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക്. മില്ലുമുക്ക് പള്ളിത്താഴെ രാവിലെ 6:30ഓടെയാണ് സംഭവമുണ്ടായത്. പാറക്കൽ നൌഷാദിന്റെ മകൾ ദിയ ഫാത്തിമയ്ക്കാണ് പരിക്കേറ്റത്. കുട്ടിയെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കണിയാമ്പറ്റ മില്ലുമുക്കിനടുത്ത് പള്ളിത്താഴെ വെച്ചാണ് 12 വയസ്സുകാരിക്ക് നേരെ തെരുവുനായകളുടെ ആക്രമണം ഉണ്ടായത്. പാറയ്ക്കൽ നൌഷാദിൻ്റെ മകൾ ദിയ ഫാത്തിമയ്ക്കാണ് പരിക്കേറ്റത്. കൈനാട്ടി കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ കുട്ടി ചികിത്സയിൽ കഴിയുന്നത്. കുട്ടിയുടെ രക്ഷിതാവും മറ്റ് പ്രദേശവാസികളും നമ്മളോടൊപ്പമുണ്ട്. എന്താ സംഭവിച്ചത്? മോള് രാവിലെ മദ്രസ പോയിരുന്നു. 6:15 ആയപ്പോൾ മോളും അവൾ അനിയത്തിയുണ്ട് കൂടെ. അവർ മദ്രസ പോകുമ്പോൾ പോകുന്ന വഴിക്കുന്ന് പട്ടികൾ ആക്രമിച്ചതാണ്. തെരുവട്ടികൾ ഒരു 10-20 പട്ടികളുണ്ടായിരുന്നു അവിടെ. സ്ഥിരമായിട്ട് അവിടെ തന്നെ ഉണ്ടാകലുണ്ട്. ആ പട്ടികളാണ് മക്കൾ ആക്രമിച്ചത്. എങ്ങനെയാണ് അത് കണ്ടത്? ആൾക്കാർ ഓടിക്കൂടി അവരെ കരച്ചിൽ കേട്ടിട്ട് അടുത്തുള്ള വീട്ടുകാർ ഓടി വന്നിട്ടാണ് പിള്ളേരെ രക്ഷിച്ചത്. എന്താ മോളുടെ ആരോഗ്യസ്ഥിതി? ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ ഇപ്പോൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒബ്സർവേഷനിലാണുള്ളത് പറഞ്ഞു. പേടിച്ചു പോയ മോള്? പേടിച്ചു പോയിട്ടുണ്ട്. മോള് വല്ലാണ്ട് പേടിച്ചു പോയിട്ടുണ്ട്. ഈ പ്രദേശത്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ നായ്ക്കളെ പ്രശ്നം ഉള്ളതാണ്? അതെ, സ്ഥിരമായിട്ട് അവിടെ തെരുവട്ടിയുടെ ശല്യം ഉള്ളതാണ്. കാരണം കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ആക്രമിക്കാറുണ്ട്. അപ്പം പലതവണ അവരുടെ ഏറ്റവും അരിഞ്ചേറമല വള്ളിക്കുന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾ അതുവഴിയാണ് പോകുന്നത്. നിരന്തരം അവരവർക്ക് ഇങ്ങനെ പാഞ്ഞെടുക്കാറുണ്ട്. അപ്പം ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ നിങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ പലതവണ പരാതി കൊടുത്തതാണോ ഇതിനെക്കുറിച്ച്? പലതവണ പഞ്ചായത്തിലൂടെയൊക്കെ ഞങ്ങൾ അറിയിച്ചതാണ്. ഒരുപാട് പട്ടികൾ, അതായത് ഒരു 10-30 പട്ടികളുണ്ടാവും ആ വയലിൽ ആ സമയത്ത്. ചില സമയങ്ങളിലൊക്കെ രാവിലെയും വൈകുന്നേരമായിട്ട്. അത് ഇപ്പോൾ സ്കൂൾ പൂട്ടിയ സമയമാണ്. കുട്ടികൾക്ക് കളിക്കാൻ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അവിടെ ആ പരിസരത്ത് ഒരു പൂച്ചയോ കോയോ ഒന്നുമില്ല. എല്ലാത്തിനും പിടിച്ചു കളയുന്നത്. ഇതിനൊരു അടിയന്തര പരിഹാരം വേണമെന്നാണ് പ്രദേശവാസികൾക്കും ആവശ്യപ്പെടാനുള്ളത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.